കണി കാണല്ലേ, കണി കാണുകയും ചെയ്ത് പോട്ടെ. കഴിവുള്ളവർ വരട്ടെ, വരൂ. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് പാടുന്ന കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. പാടുമോളെ. കറക്റ്റ് കാര്യം മോളെ, ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ച് സംസാരിക്കണം. മോൾ പറയൂ 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 പറയൂ. ഞാൻ പറയാം, ഞാൻ അതുപോലെ ചെയ്യാം. അതെല്ലാം കറുത്തോടെ കൂടി ചെയ്യുന്നുണ്ട്. കോമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള റീസൺ? ഈ ഫീൽഡ് അല്ല, എന്റെ ഫീൽഡ് ഹവാല ബിസിനസ് ആണ്, ടാക്സ് സേവിംഗ് ബിസിനസ്. എന്തൊരു മാമ പറയുന്ന? അത് സൈഡായി ഇത് അഴി എണ്ണാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണ പണിയാണ്. അഴി എണ്ണാണ്ടിരിക്കാൻ വേണ്ടി സെക്കൻഡറി ലൈഫാണ്. ഇല്ലീഗൽ ബിസിനസ്. ചെയ്യൂ. എന്റെ മാതിരി ഇഷ്ടമാതിരി ആൾക്കാർ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലത്തെ ഒരാള് ചങ്ങ ഉറപ്പിച്ച് ചെയ്യുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നോണ്ട് പ്രശ്നമില്ല. ഒരു പ്രശ്നം. നമസ്കാരം പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പ്രിയമുള്ളവരെ, ഞാനിന്ന് കൊണ്ടുവന്നേക്കുന്നത് റിയാക്ഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, വല്ലതും ചെയ്ത വീഡിയോ നീ എന്തിനാണ് എടുത്ത് ചെയ്യുന്നതെന്ന്. അപ്പൊ ഒന്നുമില്ല, എല്ലാം നക്കുന്നവരെ ചീറി നക്കുന്ന അത്രേ ഉള്ളടേ. നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഒന്ന് കാണും. എല്ലാ വീഡിയോ കാണുന്നില്ല. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മാക്സിമം നമുക്ക് സപ്പോർട്ട് കൂടെ താ. ഞാൻ ഈ വിക്കിതങ്ങനെ വീഡിയോ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ്. അവരൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഞാൻ ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങാന്ന് വെച്ചത്, അങ്ങനെ തുടങ്ങിയത്. അപ്പൊ എന്തായാലും നമ്മുടെയൊക്കെ ഗുരുസ്ഥാനീയനായ ആശാന്റെ വീഡിയോ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ആരും സ്കിപ്പ് അടിക്കില്ല, അവസാനം വരെ കാണുക. സത്യം പറഞ്ഞെങ്കിൽ ആവില്ലോ ആ വീഡിയോ, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ഓക്കെ, എന്താ കൈക്ക് പിടിക്കുന്ന നീ? ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. നീ എന്തോത്തേന്ന് റിക്കവർ ആയി വന്ന? നീ ആദ്യം ഒന്ന് കെട്ടി, ആ കൊച്ച് ആത്മഹത്യ ചെയ്ത് നീ അതിൽ റിക്കവർ ആയി. രണ്ടാമതൊന്ന് കെട്ടി, അത് വേറെ ആരുടെ കൂടെ പോയി, അതിൽ നിന്ന് റിക്കവർ ആയി. നീ ഇത്ര റിക്കവർ ചെയ്യാൻ നിനക്ക് നീ എത്ര ധീമയില്ല? കണി കാണും നേരം കമലാനേത്രന്റെ ഓടക്കുഴലിന് കയറും. വണ്ടി പറപ്പിച്ച് വന്നിട്ട് എന്നെ ഒറ്റയടിക്ക് ഓഫാക്കല്ലേ. ലക്ഷക്കണക്കിന് RPM കറങ്ങുന്ന ഒരു യന്ത്രമാണ് ഞാൻ. നിങ്ങൾ എനിക്ക് കൂളാവാൻ സമയം തരാതെ എന്നെ ഓഫ് ചെയ്താൽ എന്നെ തണുപ്പിക്കാൻ വരുന്ന ഓയിൽ എന്റെ ഉള്ളിൽ കുടുങ്ങും. അങ്ങനെ എന്റെ ബെയറിംഗ്സ് അടിച്ചു പോകും, ഞാൻ വടിയാവും. ദയവ് ചെയ്ത് എന്നെ പെട്ടെന്ന് ഓഫ് ചെയ്യാതെ എനിക്കൊന്ന് തണുക്കാൻ സമയം താ. നിന്നെ താരാട്ട് പാടി ഉറക്കാം, നിന്നെ കുളിപ്പിക്കണോ? നിന്നെ ചൂടത്ത് തന്നെ ഓഫ് ചെയ്യും. അഹങ്കാരി, ടർബോയായ മര്യാദ. ഹലോ ലാൽജി, നമസ്കാരം. ലാൽജി അറിയാവുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. വേറൊരു ഷാനിൽ പറഞ്ഞത്, അപ്പൊ അവൻ ഓടി കളഞ്ഞു. ഏറ്റവും സിനിമ നല്ല സിനിമയാണ്, കാണൂ. അത്ര വേറെന്താ ഞാൻ പറയണ്ട, അവരെന്താ തീരുമാനിക്കണ്ടേ? അല്ല, ചാക്കോച്ചൻ തന്നെ പേറ്റിയിട്ടെന്നാണ് അല്ലേ? പേറ്റിയിട്ടെന്നത് രാജ്യസ്നേഹമുള്ള ഒരാളെന്നാണ്. അവിടെ ദുരൂഹ സാഹചര്യത്തിലല്ല നമ്മളെ കാണേണ്ടത്. ഏറ്റവും നല്ല സാഹചര്യത്തിൽ ഏറ്റവും മിടുക്കനായിട്ട് ആ സിനിമ മാറട്ടെ. താങ്ക് യു. മനസ്സിലാകുമ്പോ 2 പെഗൊക്കെ അടിക്കും. അതിന് ഇത്ര കളിയാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ കൂടി ഞാൻ നിന്നെ ഓർത്ത് ചെയ്തിരുന്നു. അപ്പൊ നീ എന്താ വിളിക്കാത്ത? എങ്ങനെ ഞാൻ വിളിക്കണം? ആ സ്ഥിതി അങ്ങനെ ഫോൺ എടുത്താലോ? എന്താ കാർ യാത്ര ചെയ്യുന്നതിനകത്ത് എന്തോ ഒരു പ്രത്യേകത? പിന്നെ വലിയ പ്രശ്നമാവില്ലേ? ഞാനിപ്പോ എന്തായാലും വന്നല്ലോ. അതെ, എനിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നല്ലോ. അതെന്താ ചെയ്യാൻ തോന്നുന്നു. മുതുക്കി മാറിയത് ചെയ്. പോ ജഗണ്ട തലയും കൂടെ അങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റൂ? പൊട്ടട്ടെ. ഒന്ന് പൊട്ടി വന്റെ തലയിൽ വീണായിരുന്നെങ്കിൽ കണ്ണനാണ്. ടെക്നോളജി വളർന്നതോടെ റോഡ് പണിന്റെ സ്പീഡപ്പ് ഒന്നും വ്യക്തമായി കണ്ടു നോക്കും. നമ്മുടെ പാലക്കാടും എറണാകുളം റോഡ് പണിന്റെ കാലാവധി എത്രയാണ്? ഇത് ചെയ്യുന്ന സമയം എത്ര? മാമന്റെ പ്രൊഫൈലിൽ എന്ത് സംഭവിക്കുന്നത്? എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? കപ്പൽ മുഖാന്തരം യുദ്ധവിമാനം പോകുന്നത് കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഇതാ കണ്ടു നോക്കിക്കോളൂ. മുങ്ങിക്കപ്പലിനകത്ത് യുദ്ധവിമാനം. ഏതാണ് പോർഷൻ അവർ പോയിന്റ് ഇട്ട ആ പോയിന്റിലേക്ക് കറക്റ്റായി പോകാൻ റെഡിമെയ്ഡ് ഗ്യാസ് ഫില്ലിംഗ് സെറ്റ് ചെയ്തൊക്കെ കണ്ടോ? നേരെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഗ്യാസ്. മാമനൊന്നും പറയാനില്ല. മാമൻ അതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കും. ഞാൻ എന്റെ വൈഫിനെ നല്ല എടുത്തിട്ട് കറക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ പലരും പറയാണ് നാട്ടിലും കോളേജിലും പ്രശ്നം ഉണ്ടാക്കി സിഗ്മയും കാച്ചാണ് ചെങ്ങായിയാണോ, അപ്പൊ പെണ്ണിട്ടിങ്ങനെ പൂക്കിയായി. പക്ഷേ ചെങ്ങായിമാരെ ഇവിടെ ഞാനല്ലാണ്ട് വേറെ ആര് കറക്കാൻ? വേറെ ആര് കറക്കാനാ? അപ്പൊ ഇത്രയും കാലം നമ്മൾ മസിലും പിടിച്ച് പള്ളിയും പിടിച്ച് നടന്നല്ലാണ്ട് കാര്യം ഉണ്ടാക്കിയോ? ആരെ കഴിക്കാനാണ്? നിങ്ങൾ ആ കെട്ടിയമാരെ ഒന്ന് പോയി കറക്കി. കുറച്ചും കഴിഞ്ഞാൽ നമുക്ക് നടുവൊരു വേദന ഇതുപോലെ പൊന്തിക്കാനാവില്ല. ഇപ്പൊ തന്നെ കനലൊക്കെ എടുക്കുമ്പോൾ നടുവൊരു വേദന, കനലുള്ള കല്ലൊക്കെ എടുക്കുമ്പോൾ തന്നെയല്ല. അപ്പൊ എല്ലാവരും കെട്ടിയമാരെ ഒന്ന് പോയി കറക്കി. കുറച്ചും കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പൊ എല്ലാവർക്കും ശിബുദിൻ. കല്യാണം കഴിഞ്ഞവരോടാണേ, എല്ലാവരുടെയും പെണ്ണുപിള്ളെ പോയി എടുക്കാൻ നിൽക്കരുത്, കേസാവും.
മോൻ നോക്കാതെ എനിക്ക് മനസ്സിലായി. സുധി രേണു ആണോ? അയ്യോ, ആണ്. പുള്ളിക്ക് വയ്യ, പുള്ളിക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ അതാന്ന് വിശ്വസിക്കുകയും വേണം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നോണ്ട് പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു. നിങ്ങളെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നെ നിങ്ങൾ തന്നെ? യെസ്. കാരണം ഞാൻ എന്നെ ആത്യന്തികമായിട്ട് സ്നേഹിക്കുന്നു. രണ്ടാമത്തെ സ്നേഹം എന്റെ പണമാണ്. മൂന്നാമത്തെ സ്നേഹം സമൂഹമാണ്. സമൂഹത്തിന് നല്ലത് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ശക്തനായിരിക്കണം. ആ ശക്തനാവാൻ എനിക്ക് സമ്പാദിക്കാനുള്ള ശേഷി വേണം, ചിന്ത വേണം, ആശയം വേണം. അതെല്ലാം കരുത്തോടു കൂടി ചെയ്യുന്നുണ്ട്. കോമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള റീസൺ? ഈ ഫീൽഡ് അല്ല, എന്റെ ഫീൽഡ് ഹവാല ബിസിനസ് ആണ്, ടാക്സ് സേവിംഗ് ബിസിനസ്. എന്തൊരു മാമ പറയുന്ന അത് സൈഡായി ഇത് അഴി എണ്ണാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണ പണിയാണ്. അഴി എണ്ണാണ്ടിരിക്കാൻ വേണ്ടി സെക്കൻഡറി ലൈഫാണ്. ഇല്ലീഗൽ ബിസിനസ്. ചെയ്യൂ. എന്റെ മാതിരി ഇഷ്ടമാതിരി ആൾക്കാർ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലത്തെ ഒരാള് ചങ്ങ ഉറപ്പിച്ച് ചെയ്യുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നോണ്ട് പ്രശ്നമില്ല. ഒരു പ്രശ്നം. മാമ എന്റെ പൊന്നെ, എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസം കേരളത്തിൽ തെള്ളി കേൾക്കാൻ പറ്റുന്നത്. കുറെ വിറ്റുകളുണ്ട് എന്റെ പൊന്നമ്മച്ചി. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കേരളത്തിൽ ആകെ കൊള്ള. എനിക്ക് ഇതിനകത്ത് ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഇല്ലീഗൽ ബിസിനസ് മോഹൻലാൽ പറയുന്നത് പോലെ എന്റെ പൊന്നമ്മച്ചി ഏതാണ്ട് അടിച്ച് കിളി പോയിക്കുവാന്ന് തോന്നുന്നു. അണ്ണനെ ഈ പോലീസ് തൂക്കിയോ എന്തോ. എന്തായാലും നമുക്ക് ഈ ഒരു കണ്ടന്റ് തന്ന വിക്കി അണ്ണനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ പരിഗണിക്കണേ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.